വെളിപാട് 3:17. ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനുമാണ് എന്ന് നീ അറിയുന്നില്ല. ഈ വചനം യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ശോഷണത്തിൻ്റെ, പാപ്പരത്വത്തിൻ്റെ ധ്വനിയാണ് നൽകുന്നത്. എപ്പോഴും ഞാൻ ഒരു പ്രശ്നക്കാരനാണ്. അഹം എന്ന ഭാവം, ഞാനെന്ന ഭാവം, ചിലർ അതിനെ ഈഗോ എന്ന് വിളിക്കും. പച്ചമലയാളത്തിൽ അഹങ്കാരം എന്ന് പറയുന്ന ഭാവമാണത്. പണ്ട് ഏതോ കവി പാടിയതുപോലെ, എന്നെ എൻ ശിരസിൽ പേറി നടക്കുക നിമിത്തം എനിക്കുണ്ടാകുന്നു അനർത്ഥമെന്നും എല്ലായിടത്തും. ചിലരൊക്കെ പറയാറില്ലേ, അഹങ്കാരം തലയ്ക്ക് പിടിച്ചതാണ് എന്ന്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നാം നേടിയതും കണ്ടതും ഉള്ളതുമില്ലാത്തതുമെല്ലാം എൻ്റെ സ്വന്തം, എല്ലാം ഞാനുണ്ടാക്കിയതാണ്, എൻ്റെ അധ്വാനം മൂലമുണ്ടായതാണ്. അങ്ങനെ വരുമ്പം ഞാൻ എല്ലാവരെയും മറക്കും. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ഷോർട്സിൽ പറയുന്നു, ആണുങ്ങൾക്ക് സാലറി കൂടി കിട്ടുമ്പോൾ കുടുംബത്തിൻ്റെ സൗകര്യവും സ്റ്റാൻഡേർഡും കൂട്ടുന്നതിനെ പറ്റി ആലോചിക്കും. എന്നാൽ പെണ്ണുങ്ങൾക്കാണ് സാലറി കൂടുതൽ കിട്ടുന്നതെങ്കിൽ ഇനി എനിക്ക് ആണിൻ്റെ ആവശ്യമെന്ത് എന്ന് ചിന്തിക്കും എന്ന്. ശരിക്കും ഇതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ. സമ്പത്ത് കൂടുമ്പോൾ, സൗകര്യങ്ങൾ കൂടുമ്പോൾ, അധികാരം കയ്യിൽ വരുമ്പോൾ ദൈവത്തെ മറക്കും. ദൈവം ആവശ്യമില്ല എന്ന്. കൂടെയുള്ളവർ, കൂടപ്പിറപ്പുകൾ എല്ലാം ഭാരമാകും, ബാധ്യതയാകും. അപ്പോൾ ഞാൻ എന്തു ചെയ്യും? ഞാൻ ധനവാനാണ്, എനിക്കൊന്നിനും കുറവില്ല, എനിക്കാരെയും ആവശ്യമില്ല എന്ന് പറയും. അവനോട് കർത്താവ് പറയുന്നു, നീ ദരിദ്രനും അന്ധനും ദയനീയനുമാണ് എന്ന്. ഒരു തരത്തിലുള്ള ഒരു ബാബേൽ അനുഭവം. പിന്നെ അവിടെ ദൈവത്തിന് വിലയില്ല. ദൈവത്തിന് വില പറയും. എല്ലാം പണം നടത്തും ഇന്ദ്രജാലം എന്ന് പണ്ട് ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ, എന്ന് പറഞ്ഞ അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഈ വെളിപാട് ഭാഗത്ത് പറയുന്ന ലവോദീക്കിയ എന്ന സിറ്റി അവരുടെ സാമ്പത്തിക ഭദ്രത നിമിത്തം തങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആണ് എന്ന് അഹങ്കരിച്ചിരുന്ന ഒരു സിറ്റിയാണെന്ന് പറയപ്പെടുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പണം, പ്രശസ്തി, അന്തസ്സ്, അധികാരം എല്ലാം ദൈവത്തിന് മുകളിലാണ് എന്ന ചിന്ത. തനിക്ക് മുകളിൽ ഒരു ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ മനസ്സിൽ പറഞ്ഞു എന്ന് സങ്കീർത്തകൻ 14:1 പറയുന്ന വാക്കുകൾ എത്ര സത്യം. പിന്നെ ഞാൻ എന്തിനു പശ്ചാത്തപിക്കണം? ഞാൻ എന്തിനു പ്രായശ്ചിത്തം ചെയ്യണം? എനിക്ക് ദൈവത്തെ ഭയമില്ലല്ലോ. ബൈബിളിലെ വിഡ്ഢിയായ ധനികനോട് ലൂക്കാ 12:16 കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ആവശ്യപ്പെട്ടാൽ നീ എന്തു ചെയ്യും? നിൻ്റെ സമ്പാദ്യമെല്ലാം ആരുടേതാകും? നീ കൂട്ടിവെച്ച അർത്ഥമില്ലാത്ത, ആളില്ലാത്ത, ഉത്തരവാദികളില്ലാത്ത സമ്പത്ത് ആർക്കു പോകും? അതുകൊണ്ടാണ് കർത്താവ് പറയുക, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുക, അവിടെ ചിതലോ കീടങ്ങളോ തുരപ്പനോ കള്ളനോ ഒന്നുമില്ല. പിന്നെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പക്കലാകുമ്പോൾ സമയാസമയങ്ങളിൽ ആവശ്യനേരത്ത് ആവശ്യമനുസരിച്ച് നൽകാൻ ദൈവത്തിന് കഴിയും. സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നാം അനുദിനം പ്രാർത്ഥിക്കുന്നില്ലേ, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന്. അവിടെ കൂടുതലില്ല, കുറവില്ല, എല്ലാം കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത്. പുറപ്പാട് 16:18 ഇസ്രായേൽക്കാരുടെ മന്ന സംഭരിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. ഓരോരുത്തരും ശേഖരിച്ചു വച്ചത് അവരവർക്ക് ഭക്ഷിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതലും കുറവുമില്ലായിരുന്നു. ദൈവാശ്രയബോധത്തിൽ വളരാൻ, ആത്മാർത്ഥതയോടെ അധ്വാനിക്കാൻ, എല്ലാവരോടും സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.